കൊച്ചുകുട്ടി അറിയാതെ ഫ്രിഡ്ജിനകത്ത് കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഡോർ തുറക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നു. ഫ്രിഡ്ജ് ഭയങ്കരമായി കുലുങ്ങുന്നതല്ലാതെ തുറക്കാൻ സാധിക്കുന്നില്ല. ഭാഗ്യത്തിന് ഒരു വിധത്തിൽ അവൾ എങ്ങനെയോ ആ ഫ്രിഡ്ജ് തുറക്കുന്നു. പേടിച്ചു പോയവൾ വന്ന് അമ്മയെ ഉണർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ അമ്മ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് അവൾക്കറിയില്ല. അമ്മ ഉണരാത്തത് കൊണ്ട് വിശപ്പ് കാരണം അമ്മയുടെ ദേഹത്ത് കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോഴും അമ്മ ഉറങ്ങുകയാണെന്ന് തന്നെ അവൾ വിചാരിക്കുന്നു. പെട്ടെന്ന് അമ്മയുടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. അത് ഷെൽഫിന് മുകളിലാണ് ഇരിക്കുന്നത്. അവൾ അടുത്ത് കിടന്ന ഒരു സ്റ്റൂൾ നീക്കി അതിന് മുകളിൽ കയറി ഫോൺ എടുക്കുന്നു. നോക്കുമ്പോൾ അവളുടെ അച്ഛനാണ് കോൾ ചെയ്യുന്നത്. പക്ഷെ അവൾ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ ഫോൺ തറയിലേക്ക് വീഴുന്നു. അത് ഷെൽഫിനടിയിലേക്കാണ് വീണത്. കൈയെത്താത്ത ദൂരത്തിൽ ഫോൺ കിടക്കുന്നത് കൊണ്ട് അവൾക്ക് അത് എടുക്കാൻ സാധിക്കുന്നില്ല. കുറെ നേരമായിട്ടും ആരും കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് അച്ഛൻ കട്ട് ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അച്ഛന്റെ കാറിന്റെ ശബ്ദം കേൾക്കുന്നു. അച്ഛനാണ് വന്നതെന്ന് വിചാരിച്ച് അവൾ ബാൽക്കണിയിൽ വന്ന് എത്തി നോക്കുന്നു. അപ്പോൾ അറിയാതെ അവളുടെ പാവ താഴേക്ക് വീഴുന്നു. അതെടുക്കാനായി അവൾ ബാൽക്കണിയുടെ റൈലിംഗിൽ കയറുന്നു. വീണ്ടും ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ ശ്രദ്ധ മാറി വീടിനകത്തേക്ക് വരുന്നു. ക്ലൈമാക്സിൽ അച്ഛൻ തിരികെ വീട്ടിലെത്തിയാണ് അവളെ രക്ഷിക്കുന്നത്.